യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യപാദത്തിൽ സമനിലയിൽ പിരിഞ്ഞ ബയേൺ മ്യൂണിക്കും റയൽ മാഡ്രിഡും. മ്യൂണിക്കിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. മികച്ച രീതിയിലാണ് ബയേൺ കളി ആരംഭിച്ചത്. സനയുടെയും കെയിന്റെയും ഗോൾ ശ്രമങ്ങൾ റയൽ ഗോൾ കീപ്പർ ലുനിൻ തടുത്തിട്ടു. മത്സരത്തിന്റെ 24-ാം മിനിറ്റിൽ റയൽ ലീഡെടുത്തു. ടോണി ക്രൂസിന്റെ മികച്ചൊരു അസിസ്റ്റിൽ വിനീഷ്യസ് ജൂനിയറാണ് ഗോൾ നേടിയത്. ആദ്യ പകുതി ഒറ്റ ഗോൾ ലീഡിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ബയേൺ ശക്തമായി തിരിച്ചുവന്നു. 4 മിനിറ്റിന്റെ ഇടവേളയിൽ അവർ ലീഡെടുത്തു. 53-ാം മിനിറ്റിൽ മികച്ചൊരു ഇൻഡിവിജ്വൽ ഗോളിലൂടെ സനെ ബയേണിന് സമനില നൽകിയപ്പോൾ 57-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോളിലൂടെ ഹാരി കെയ്ൻ ബയേണിനെ മുന്നിലെത്തിച്ചു. എന്നാൽ 84-ാം മിനിറ്റിൽ മത്സരത്തിലെ മറ്റൊരു പെനാൽറ്റി ഗോളിലൂടെ വിനീഷ്യസ് ജൂനിയർ റയലിന് സമനില സമ്മാനിച്ചു. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 52% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബയേൺ മ്യൂണിക്കായിരുന്നു. 14ഓളം ഷോട്ടുകളാണ് ബയേൺ മ്യൂണിക് തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 557 പാസുകൾ 93% കൃത്യതയോടെ ബയേൺ മ്യൂണിക് പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 517 പാസുകൾ 90% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. മെയ് 9 മാഡ്രിഡിൽ വെച്ച് 2ാം പാദ സെമി നടക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.